ആരിപ്പോ പറയാൻ ഈ ഒരാളില്ല. ഷിബുവൊക്കെ കളിച്ച കളികൾ അറിയാം ഞങ്ങൾക്ക്. ഈ എന്തേന്? കളികളൊക്കെ കേട്ടങ്ങൾ അന്തം പോകും. ഷിബുവൊക്കെ കമ്പനിക്ക് കളിച്ച കളികൾ ചെറുതാക്കിട്ടാ. ഓ, ഇപ്പോഴും ഇതിനേറെ പറഞ്ഞ നമ്മളെ പ്രധാന സാറിന്റെ ഈ വെയില് നീണ്ടുപോണതിന്റെ കാരണം എന്താ അറിയാം ഞങ്ങൾക്ക്? എന്തേ? അത് ഏൽപ്പിച്ചിട്ടുള്ള വക്കീലേ, ആ ഷിബു ടീമും അന്ന് ഏൽപ്പിച്ചു വെച്ച ആ വക്കീലാ. ആ ആ ആ വക്കീൽ തന്നെയാണ് ഷിബുണ്ട് ഇപ്പൊ തുടങ്ങണ പുതിയ കമ്പനീന്റെ ലീഗൽ അഡ്വൈസർ. പിന്നെ ഈ കമ്പനി വരുത്താൻ നിൽക്കുവോ? അതൊക്കെ ചോറുന്നോ, നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞ ചോറുന്ന ബുദ്ധി മതിയല്ലോ ഇതിനൊക്കെ. പിന്നെ പ്രധാന സാറിനെ ഇറക്കാൻ ഇവര് സമ്മതിക്കുവോ? രാധിക മേഡം ചില ദിവസം കേസിന് ഹാജരാകില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങള്. നമ്മൾ ഇന്നലെ എന്തായാലും ആ രാധിക മേഡത്തിന്റെ അടുത്ത് വക്കാലത്ത് തിരിച്ചു വാങ്ങിട്ടാ. വാങ്ങി. അതൊക്കെ വാങ്ങി. അപ്പൊ അതല്ല, ഈ നല്ല ഷിബു ഈ വക്കീൽമാരെ പൈസ ഷിബു കൊണ്ടുപോയെന്നുള്ളതൊക്കെ സത്യമാണ്? ഷിബുവിന്റെ അടുത്ത് പൈസ ഉണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയില്ല. ഷിബു നല്ല ഷെമീന ഷിബു ടീമൊക്കെ കൂടി ആ കുറെ പൈസ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു തരണത്. ആ കൊടുത്തൊന്നും അത് എത്തിയിട്ടില്ല. അത് അങ്ങനെ എത്തിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് വരണ്ടേ? അല്ല വെറുതെ കായ് വെള്ളത്തിലിടാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു 1000 റുപ്യ തന്നാലേ ആ 1000 റുപ്യ കൊണ്ടുള്ള ഒരു പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. വെറുതെ ഞങ്ങൾക്ക് തരുമോ? അതന്നെ, ഷിബു ഇന്ന് വരെ അതിനകത്ത് പണി ഉണ്ടായിട്ടില്ല. ചെയ്തിട്ടില്ലല്ലോ. 8 കോടി കണ്ട് ഞാൻ ഓരെന്താ അയ്യൂബിനെ സംസാരിച്ചു. വിചാരിച്ചറിയോ? അയ്യൂബായി പറഞ്ഞത് അല്ല 8 കോടി കണ്ട് ആണ് ഇത് വിചാരിച്ച മാതിരി ഒന്നുമല്ല വിഷയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അതെ പുറത്തു വിടണ്ട. ഇവരെ അല്ല ആ ഇവര് എന്താ സംഭവിച്ചാല് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇവര് കുറെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയും. ഇവര് പറഞ്ഞ 75 ലക്ഷം ലാസ്റ്റ് സൂം മീറ്റിംഗിൽ നിങ്ങൾ കേട്ടില്ല? 75 ലക്ഷത്തിന്റെ കയ്യിൽ നിന്ന് നടത്തിന് ഞാൻ ഒരാളും ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അതെ ഞാൻ ഈ 75 ലക്ഷം കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തിനേക്കാരെന്ന് അറിയോ? ഇത് സെറ്റ് കഴിഞ്ഞാലേ ഈ 200 കോടിന്റെ 20% കൊടുക്കേണ്ട ഒരു രീതിയിൽ ചിലപ്പോൾ 10% പേർക്കാവും. അങ്ങനെ വരാണ്ട് ഇറക്കിയത്. അല്ല ഇവര് പറയാണ് ഡൽഹിക്ക് പോയത് ഞങ്ങളെ കായിട്ടാണ്, ഞങ്ങളിവിടെ വില്ലെടുത്ത് നിൽക്കുന്നത് ഞങ്ങളെ പൈസ ഇട്ടാണ്, ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങളെ പൈസ ഇട്ടാർന്ന എന്തിനാ ഓല കായിട്ട് തിന്നണ്? നമ്മൾ ഈ കായ് പിരിച്ചു കൊടുത്തിക്കണത് മുന്നിൽ നിൽക്കണ ഓർക്ക്. അതല്ല, 7 കോടി പിരിച്ചെന്ന് പറഞ്ഞാ പിന്നെ 7 കോടി കൊണ്ട് അല്ല ഇപ്പത്തെ ചെലവ് ഇപ്പൊ എന്താ ഉണ്ടായത്? അത് നോക്കണല്ലോ. അപ്പൊ 7 കോടിന്റെ 75 പോക്കറ്റ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയോ? അപ്പൊ ഓല കയ്യിൽ നിന്ന് കാശെടുത്ത് തിന്നണമെങ്കിൽ അതിലും വലുതൊന്നും കിട്ടാണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? അതാണ് വെറുതെ ഇപ്പൊ ഒരാൾ എടുക്കും. അത്ര വലിയപ്പം ആത്മാർത്ഥമുള്ള ആൾക്കാരൊന്നും ഇപ്പൊ ഉണ്ടാവൂലല്ലോ. നിങ്ങളപ്പോ വന്നത് അല്ല 2023 ഡിസംബർ 31 ആവുമ്പോൾ ഈ കമ്പനി 150-ൽ പരം രാജ്യങ്ങളിലും 1 മണിക്കൂറിൽ 1 ലക്ഷം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കും.